ആരാണ് വേടൻ? എന്തുകൊണ്ടാണ് അയാൾ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്? എങ്ങനെയാണ് അയാൾ ഇന്നത്തെ തലമുറയ്ക്ക് സ്വാധീനമാകുന്നത്? വേടൻ എന്ന സ്റ്റേജ് നാമത്തിൽ അറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി കേരളത്തിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ റാപ്പറും ഗാനരചയിതാവുമാണ്. കേരളത്തിലെ തൃശൂരിലാണ് ഹിരണിന്റെ ജനനം. അമ്മ ശ്രീലങ്കയിലെ ജാഫ്ന സ്വദേശിയാണ്. 2020 ജൂണിൽ വോയിസ് ഓഫ് ദ വോയിസ്ലെസ് എന്ന തന്റെ ആദ്യ മ്യൂസിക് വീഡിയോ യൂട്യൂബിൽ പുറത്തിറങ്ങിയതോടെയാണ് വേടന് ആദ്യമായി പ്രാധാന്യം ലഭിച്ചത്. 25-ാം വയസ്സിൽ പുറത്തിറങ്ങിയ ഈ പാട്ടിലെ വരികൾ എല്ലാവരെയും ആകർഷിച്ചു. സമൂഹത്തിൽ നിലനിൽക്കുന്ന അനീതിക്കെതിരെ വളരെ ശക്തമായ വാക്കുകളിലൂടെ അയാൾ പാടുകയായിരുന്നു. അതേ വർഷം തന്നെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന തന്റെ രണ്ടാമത്തെ മ്യൂസിക് വീഡിയോ അദ്ദേഹം പുറത്തിറക്കി. 2024 മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് വേണ്ടി സുഷിൻ ശ്യാമുമായി ചേർന്ന് വേടൻ കുതന്ത്രം എന്ന ട്രാക്കിന്റെ വരികൾ എഴുതി ആലപിച്ചു. തന്റെ മൂർച്ചയുള്ള വരികളിലെ തീവ്രമായ രാഷ്ട്രീയ നിലപാടുകൾ അയാളെ ശ്രദ്ധേയനാക്കുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മീ ടു ക്യാമ്പയിനിന്റെ ഭാഗമായി ഏതാനും സ്ത്രീകൾ വേടനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ചിരുന്നു. അന്ന് എനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ശരിയാണ്, ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് വേടൻ തന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിക്കാതെ തെറ്റുകളെ മനസ്സിലാക്കിയതിൽ കയ്യടി നേടിയിരുന്നു. കറുത്ത വസ്ത്രമാണ് കോൺസേർട്ടുകളിൽ അയാൾ ധരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നിശാഗന്ധിയിൽ വേടൻ പ്രോഗ്രാം അവതരിപ്പിക്കവേ ഇരച്ചെത്തിയ കാണികൾ മരത്തിനും മേൽക്കൂരയ്ക്ക് മുകളിൽ കയറി മേൽക്കൂര തകർന്നു വീണ സംഭവം നാം എല്ലാവരും അറിഞ്ഞു കാണും. പൊളിറ്റിക്കൽ അറിവുള്ളവരായി വളരണം എന്ന് തന്റെ പ്രോഗ്രാമുകളിൽ വേടൻ യുവതലമുറയോട് പറയുമായിരുന്നു. ഇപ്പോൾ ഇതാ ഒരു രഹസ്യ വിവരത്തെ തുടർന്നുണ്ടായ അന്വേഷണത്തിൽ വേടന്റെ ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് പിടികൂടി. സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത് എന്ന് ഓഡിയൻസിനോട് സ്റ്റേജിൽ നിന്ന് പറയുന്ന വേടന്റെ വീഡിയോ വൈറലായി ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ഈ സംഭവം. വേടൻ തന്റെ കഴുത്തിൽ ധരിച്ചിരുന്ന മാലയുടെ ലോക്കറ്റ് പുലിപ്പല്ലാണെന്ന് കണ്ടെത്തിയതോടെ വനം വകുപ്പും കേസെടുത്തു. എന്നാൽ അതൊരു ആരാധകൻ സമ്മാനിച്ചതാണെന്ന് അയാൾ പറഞ്ഞു. ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തു വന്ന വേടൻ മദ്യവും പുകവലിയും നല്ലതല്ല, താൻ നല്ലൊരു മനുഷ്യനാവാൻ ശ്രമിക്കും എന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വരും ദിവസങ്ങളിൽ ഈ കേസിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ചാനൽ ഫോളോ ചെയ്യുക.